ജോയ്ഫുൾ ഓണം. ഓണം മീൻ 10 days സ്റ്റാർട്ടിങ് വിത്ത് അത്തം. അപ്പൊ ഓണം എന്ന് പറയുന്നത് 10 ദിവസമായിട്ടുള്ളത്. അപ്പം അത്തം തൊട്ടാ ഓണം തുടങ്ങുന്നത്. നമുക്ക് ഇവിടെ ഇതിലൊരു മാവേലിയുടെ പടമൊക്കെ തന്നിട്ടുണ്ട്. ചാപ്റ്റർ ഹൗ അബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ്മ. അപ്പം ഇവിടെ ഒരു ഫാമിലി ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒരു കുട്ടി നിപ്പുണ്ട്, വേറെ കുട്ടി നിപ്പുണ്ട്, അച്ഛനും അമ്മയുണ്ട്. അപ്പം ഈ അച്ഛൻ ചോദിക്കുക ഹൗ അബൌട്ട് ഓണം വിത്ത് ഗ്രാൻഡ്മ ആയിട്ടുള്ള ഓണം എങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അമ്മ പറയണ്ട യെസ് നൈസ് ആന്ന് പറയാം. അപ്പൊ മോൻ പറയുക ഗ്രേറ്റ്, ദാറ്റ് വിൽ ബി ഫൺ. അപ്പൊ അത് നല്ലതായിരിക്കും എന്ന് അപ്പൊ മോനും പറയാം. അപ്പൊ അവരോട് ഗ്രാൻഡ്മ എടുത്തോട്ട് പോവുക. സോ ഗുഡ് ടു സീ യു കിഡ്സ്. അപ്പൊ അമ്മ കുട്ടികളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയുക. അപ്പൊ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞു ഇവരെന്തോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ അടുത്ത പൂക്കളം. നീരവ്, നിയ ആൻഡ് ഗ്രാൻഡ്മ പിക്ഡ് ഫ്ലവേഴ്സ് ഫോർ ദ പൂക്കളം. അപ്പൊ നമ്മൾ പൂക്കളം ഇടാനായിട്ട് ഈ നീരവും നിയയും, അപ്പൊ ഈ കുട്ടികളുടെ പേര് നീരവും നിയയും, അപ്പൊ അവര് പൂക്കളം ഇടാനായിട്ട് ഫ്ലവേഴ്സ് ഒക്കെ പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്നു. കൗണ്ട് ആൻഡ് റൈറ്റ്. അപ്പം അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ എണ്ണം എത്രയാണ് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാ പറയുന്നത്. അപ്പൊ ഇതില് ഫസ്റ്റ് നീരവിന്റെ പറയുമ്പോഴത്തേക്കും അരളി എത്ര എണ്ണം ഉണ്ടെന്ന്, പിന്നെ അതുപോലെ തന്നെ നീയുടേത് ഒലിയാണ്ടർ എത്ര എണ്ണം കൗണ്ട് ചെയ്തിരുന്നു. അപ്പോഴത്തേക്കും അരളി എത്ര എണ്ണം ഉള്ളതെന്ന് വെച്ചാൽ 4 എണ്ണം ഉണ്ട്. അപ്പൊ അത് നമ്മൾ അവിടെ എഴുതണം. അത് കഴിഞ്ഞിട്ട് റോസ് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ജാസ്മിൻ, മുല്ലപ്പൂ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ക്രൈസാന്തം. അപ്പൊ ക്രൈസാന്തിമം എന്ന് പറഞ്ഞാൽ ജമന്തി, ക്രൈസാന്തിമം എന്ന് വെച്ചാൽ ജമന്തി. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ നീയുടേത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അരളി, ഒലിയാണ്ടർ, അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്? നീക്ക് അത് 10 എണ്ണം ഉണ്ട്. റോസ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ കിട്ടിയുള്ളൂ. അപ്പൊ ഗ്ലോബ് അമരാന്ത് എന്ന് വെച്ചാൽ വാടാമല്ലി എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അപ്പൊ അത് അത്ര അവിടെ എഴുതണം. പിന്നെ അടുത്ത ഗ്രാൻഡ്മ. അപ്പൊ ഗ്രാൻഡ്മയും പൂ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് എത്ര എണ്ണമാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പം ജാസ്മിൻ എത്ര എണ്ണം വെച്ചാൽ 10. ഗ്ലോബ് അമരാന്ത് അത് 3. അതുപോലെ ക്രൈസാന്തിമം അത് ജമന്തി എന്ന് പറഞ്ഞാൽ 2 എണ്ണം. അപ്പം അതും അവിടെ കൗണ്ട് ചെയ്തിട്ട് എഴുതണം. ഇനി അടുത്ത ചാപ്റ്റർ പറയുന്നതെന്ന് പറഞ്ഞാൽ ദേ സോർട്ടഡ് ദ ഫ്ലവേഴ്സ് ഇൻടു ഡിഫറെന്റ് ബാസ്കറ്റ്സ്, ഹൗ മെനി ഓഫ് ഈച്ച്. അപ്പൊ അവര് പറിച്ച എല്ലാം കൂടെ ഇങ്ങനെ തരം തിരിച്ചു വെച്ചിരിക്കുക ബാസ്കറ്റിലായിട്ട്. അപ്പം റോസസിന്റെ നോക്കിയാ നീരവ് ബോട്ട് 3, നിയ ബോട്ട് 1. അപ്പൊ നമ്മൾ ഇവിടെ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതവിടെ എഴുതാം. അപ്പം 3 and 1 മേക്ക് എത്ര ടോട്ടൽ ആകുമ്പോ 4 ആവും. അപ്പൊ ടോട്ടല് 3 + 1 = 4. പിന്നെ ക്രൈസാന്തിമം നീരവ് എത്ര എണ്ണമായിരുന്നു പറിച്ചത്? അപ്പൊ അത് 2. അപ്പൊ ഗ്രാൻഡ്മ എത്ര എണ്ണമായിരുന്നു? 2. അപ്പൊ 2 + 2 മേക്സ് 4. അപ്പൊ അതാണ് ഇവിടെ എഴുതേണ്ടത്. ടോട്ടൽ 2 + 2 = 4. അതുപോലെ തന്നെ ജാസ്മിൻ, മുല്ലപ്പൂ, നീരവ് ബോട്ട് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 10. അപ്പൊ 10 എഴുതണം. അതുപോലെ തന്നെ ഗ്രാൻഡ്മ എത്ര എണ്ണമായിരുന്നു? 10 ആയിരുന്നു. അപ്പൊ ടോട്ടൽ നമ്പർ 10 and 10 മേക്സ് 20. അപ്പൊ ഇവിടെ ടോട്ടൽ 10 + 10 20. ഹൗ മെനി ജാസ്മിൻ. അപ്പൊ ജാസ്മിൻ അപ്പൊ എത്ര എണ്ണം ഉണ്ട്? ടോട്ടല് 20 ഉണ്ട്. അപ്പൊ അടുത്ത ഒലിയാണ്ടർ അരളിപ്പൂ നീരവ് 4 എണ്ണമായിരുന്നു. അതുപോലെ നീ എത്ര എണ്ണമായിരുന്നു? 10 എണ്ണമായിരുന്നു. അപ്പൊ അത് നമ്മളിതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം അത് അവിടെ എഴുതണ്ട. അപ്പൊ ഈ 10 and 4 മേക്ക് എത്രയാ? 40. അപ്പൊ ടോട്ടല് 10 + 4 = 40. ടുഗദർ ദേ ബോട്ട് ഗ്ലോബ് അമരാന്ത് വാടാമല്ലി. അപ്പൊ വാടാമല്ലി എത്ര എണ്ണമായിരുന്നു പറിച്ചത്? നിയ ബോട്ട് 6, ഗ്രാൻഡ്മ ബോട്ട് 3. 6 and 3 മേക്സ് 9. അപ്പൊ ടോട്ടൽ 6 + 3 9. അടുത്തെന്ന് പറഞ്ഞാൽ ഫാദർ ആൽസോ ബോട്ട് സം ഫ്ലവേഴ്സ്. അപ്പം അച്ഛനും കുറച്ച് ഫ്ലവേഴ്സ് മേടിച്ചിട്ടാണ് വന്നത്. ദേ ഡ്രോ ആൻഡ് ഔട്ട്ലൈൻ ഫോർ ദ പൂക്കളം, കളർ ഇറ്റ്. അപ്പൊ ഇവര് പൂക്കളത്തിന് വേണ്ടിയിട്ട് ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കളർ ചെയ്യാനാ പറയുന്നത്.
അപ്പോ ഹൗ മെനി സർക്കിൾസ് ഇൻ ദിസ്. അപ്പൊ ഇതിൽ കുറെ സർക്കിൾസ് കാണുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെ എത്ര എണ്ണമാണ് കൗണ്ട് ചെയ്ത് എഴുതാനാ പറയുന്നത്. അപ്പൊ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ എത്രയായിരിക്കും എന്ന് നോക്കാം. അപ്പൊ അത് 17 ആയി. അപ്പൊ അത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. അപ്പൊ 17. പിന്നെ ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് മേക്ക് എ ഗാർലൻഡ്. അപ്പൊ ഒരു പൂമാല ഉണ്ടാക്കാനാണ്, അതാണ് നമ്മൾ നോക്കുക അടുത്ത. അപ്പൊ ദേ മെയ്ഡ് എ ഗാർലൻഡ് വിത്ത് ദ റിമൈനിങ് ഫ്ലവേഴ്സ്. അപ്പൊ അവര് ഒരു പൂമാല ഉണ്ടാക്കി ബാക്കിയുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട്. ഹൗ മെനി ക്രൈസാന്തിമം ഇൻ ദി ഗാർലൻഡ്. അപ്പൊ ഇത് നോക്കിക്കേ, ഇതില് എത്ര ക്രൈസാന്തിമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് 4 ആണ് എന്ന് വെച്ചാൽ ജമന്തി 1 2 3 4. അപ്പൊ ഹൗ മെനി റോസസ് എത്ര ഉണ്ട്? 1 2 3. അപ്പൊ 3. ഹൗ മെനി ഗ്ലോബമരാൻ. അപ്പൊ ഗ്ലോബമരാൻ എന്ന് വെച്ചാൽ വാടാമല്ലി, അത് 2 1 2. അപ്പൊ അടുത്തത് പറഞ്ഞ ലുക്ക് അറ്റ് ദ പാറ്റേൺ ഓഫ് ഫ്ലവേഴ്സ്, ഡ്രോ മോർ ഫ്ലവേഴ്സ് ഇൻ ദ സെയിം പാറ്റേൺ ആൻഡ് കളർ ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പാറ്റേണിൽ തന്നെ ഇനിയും ഫ്ലവേഴ്സ് ഡ്രോ വരയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ കളർ ചെയ്യാനാ പറഞ്ഞത്. അപ്പൊ അതിപ്പോ ഇതേപോലെ തന്നെ ഇവിടെ ഒന്നുകൂടി വരച്ചിട്ട് ഇതേ കളർ കൊടുക്കുക. പിന്നെ ഡിഡ് യു ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ്, ഹൗ മെനി ഫ്ലവേഴ്സ് ഇൻ ആൾ. അപ്പൊ പിന്നെ പറയുന്നത് വെച്ചാൽ ഡിഡ് യു ഡ്രോ ദ സെയിം നമ്പർ ഓഫ് ഫ്ലവേഴ്സ്. അപ്പൊ ഇതിൽ പറയുന്നത് വെച്ചാൽ നമ്മൾ സെയിം നമ്പർ തന്നെ ഫ്ലവേഴ്സ് ആണോ വരച്ചെന്ന് വെച്ചിരിക്കുന്നത്. അപ്പൊ അതെ. അപ്പൊ ഹൗ മെനി ഫ്ലവേഴ്സ് ഇൻ ആൾ. അപ്പൊ ടോട്ടൽ എത്രയായി? ഇതിപ്പോ എത്ര ഉണ്ട്? 9 ഉണ്ട്. പിന്നെ 9 കൂടെ പിന്നെ 9 വന്നാൽ എത്രയാവും? 18. അപ്പൊ 9 + 9 18. അപ്പം അതാണ് അപ്പൊ ഇവിടെ ആൻസർ വരുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു സോങ് ആണ്, നീരവ് ആൻഡ് ഫ്രണ്ട്സ് സോങ്. അപ്പൊ അവരത് പാടുക. എ റിംഗ് ഓഫ് റോസസ് റെഡ് ആൻഡ് ബ്രൈറ്റ്, എ റിംഗ് ഓഫ് ലില്ലീസ് പ്യൂർ ആൻഡ് വൈറ്റ്, മംസ് ആൻഡ് ലോട്ടസ് ആൻഡ് മാരിഗോൾഡ്, ഓറഞ്ച് ആൻഡ് പിങ്ക് ആൻഡ് ഷൈനിങ് ഗോൾഡ്, മെനി എ ഫ്ലവർ മെനി കളർ, മേക്ക് എ പ്രറ്റി പൂക്കളം, വെൽക്കം ഓൾ കിങ് മാവേലി. അപ്പോ അങ്ങനെ ഒരു സോങ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തെന്ന് വെച്ചാ ബാംഗിൾസ്. അപ്പോ ബാംഗിൾസ് എന്ന് വെച്ചാൽ അറിയാലോ, വളകൾ. അപ്പൊ വാട്ട് ഹാഡ് ഗ്രാൻഡ് മാ ബോട്ട് ഫോർ നിയ. അപ്പം നിയക്ക് എന്താണ് ഗ്രാൻഡ് മാ കൊടുത്തതെന്നുള്ളതാ, നിയക്ക് വേണ്ടി മേടിച്ചെന്താന്നുള്ളതാ. അപ്പൊ ബ്യൂട്ടിഫുൾ ബാംഗിൾസ്. അപ്പൊ ബാംഗിൾസ് ആണ് നിയക്ക് വേണ്ടി ഗ്രാൻഡ് മാ മേടിച്ചത്. അപ്പൊ നിയ ഈസ് ഹാപ്പി, ഷി കൗണ്ടഡ് ദ ബാംഗിൾസ്. അപ്പൊ നിയ ഒരുപാട് സന്തോഷവതിയായിരുന്നു. അപ്പൊ അവൾ അത് കൗണ്ട് ചെയ്തു. അപ്പൊ എത്രയാ? ഹൗ മെനി ബാംഗിൾസ്. അപ്പം ഈ കയ്യില് 6 ഉണ്ട്, ഈ കയ്യിലും 6 ഉണ്ട്. അപ്പൊ 6 + 6 = 12. അപ്പൊ 12 അവിടെ ഇത്. പിന്നെ ബാംഗിൾസ് ഇൻ ഹാൻഡ്സ്. അപ്പൊ കയ്യില് ബാംഗിൾസ് കിടക്കും. അപ്പൊ ക്യാൻ ബി വോൺ ഇൻ ഡിഫറെന്റ് വേസ്, ഡിഫറെന്റ് നമ്പേഴ്സ് ഓൺ ഈച്ച് ആം. അപ്പൊ ഇത് പല വിധത്തില് ഇടാവോന്ന് ചോദിച്ചിരിക്കുക വളകൾ. അപ്പൊ അതുപോലെ തന്നെ 2 കൈയിലും 2 നമ്പേഴ്സ് വരുന്നത് എന്ന് വെച്ചാൽ ഒരേ നമ്പറില്ല. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ 6 ആണ്, 6 അല്ലായിരുന്നു. അപ്പൊ സെയിം നമ്പർ ആയിരുന്നു. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ വേറെ നമ്പേഴ്സ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഇടാവോ എന്ന് ചോദിച്ചിരിക്കുക ബാംഗിൾസ്. അപ്പം അതെങ്ങനെ, ഏതൊക്കെ രീതിയിൽ ഇടാൻ പറ്റും? അപ്പൊ ഫസ്റ്റ് ഡേ അപ്പൊ ഒരു 5 ആണെങ്കിൽ 5 ബാംഗിൾസ് ഇടുവാണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കയ്യിൽ എത്ര ഇടണോ? 7 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഡേയില് 7 ഇടുവാണെങ്കിൽ അപ്പോ മറ്റേ കയ്യിൽ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അതേപോലെ തന്നെ തേർഡ് ഡേയിൽ ഒരു 8 ആണ് ഇവിടെ ഇടുന്നതെങ്കിൽ അപ്പുറത്തെ കയ്യിൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ ടോട്ടൽ 12 കിട്ടണം. അപ്പൊ ആ രീതി വേണം ബാംഗിൾസ് ഇടേണ്ടത്. 4th ഡേയിൽ 9 ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കയ്യിൽ 3, 5th ഡേയിൽ 10 ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കയ്യിൽ 2. അപ്പം ഇത്രയും രീതിയിൽ അറേഞ്ച് ചെയ്യുമ്പോഴും 12 ആണ് ആൻസർ വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ റിയാൻ കെയിം ഫോർ ദ ഓണം ഫീസ്റ്റ്, ഹി ഹെൽപ് ടു കൗണ്ട് ഔട്ട് ദ ഗ്ലാസസ്. അപ്പൊ റിയാൻ ആണെങ്കിൽ ഓണസദ്യ കഴിക്കാനായിട്ട് വന്നു. അപ്പോ അവരാണെങ്കിൽ ഗ്ലാസസ് എണ്ണാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. അപ്പോ അവൻ കൗണ്ട് ചെയ്യുക. ഐ കൗണ്ടഡ് ഔട്ട് 5. അപ്പൊ ഇവനാണെങ്കിൽ 5 എണ്ണം കൗണ്ട് ചെയ്തു. അപ്പോഴത്തേക്കും
ഇവ പറയുക ദർ ഈസ് വൺ മോർ ഇൻ ഫ്രണ്ട്. അപ്പൊ ഒരെണ്ണം കൂടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് ഇവന് പറയാം. അപ്പൊ ഇവന് കണ്ണ് കാണാൻ വയ്യല്ലോ. അപ്പൊ ഇപ്പൊ ഇവൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇവൻ അച്ഛൻ്റെ വേണ്ടിയപ്പോ ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ടെന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 5 and 1 makes 6. അപ്പൊ ഈ 5ന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടുന്നേ? 6. അപ്പൊ 5 + 1 6. അപ്പൊ അതപ്പോ അവിടെ എഴുതും. പിന്നെ അടുത്തത് അപ്പൊ ഇവിടെ നീരവിന്റെയും നീയും ഗ്ലാസ് കണ്ടോ? നീരവ് ടുക്ക് ഔട്ട്, നിയ ടുക്ക് ഔട്ട്. അപ്പൊ ഇവർ എത്ര ഗ്ലാസ് എടുത്തു എന്നുള്ളതാ. അപ്പൊ നീരവ് എത്ര ഉണ്ട്? ഇത് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 8 കിട്ടും. അതുപോലെ നിയുടെ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും 1 2 3 4 5 6 7. അപ്പൊ അത് 7 ഇവിടെ എഴുതുക. അപ്പൊ ഇത് ഇവിടെ എന്തായിരുന്നു? ഗ്ലാസസ്. അപ്പൊ ഇത് രണ്ടും ടോട്ടൽ ചെയ്ത് എഴുതാനായിട്ട്. അപ്പൊ 8 + 7 = 15. പിന്നെ അടുത്ത നീരവ് ഗേവ് 3 glasses to നിയ. അപ്പൊ നൗ നീരവ് ഹാസ്. അപ്പൊ നീക്ക് 3 ഗ്ലാസ് കൊടുക്കുമ്പോഴത്തേക്കും ടോട്ടല് നീരവിന്റെ 8 ഉണ്ടായിരുന്നു. അപ്പൊ 8ന് 3 പോകുമ്പോ 5. അപ്പൊ ഇവിടെ 5 ഇതാ. നിയ ഹാസ്. അപ്പൊ നിയക്ക് ആദ്യം 7 ഗ്ലാസസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടി ഇപ്പൊ 3 കിട്ടിയപ്പോഴത്തേക്കും 7 + 3 = 10. അപ്പൊ 10 ഇവിടെ ഇതാ. ദേ അഗൈൻ എക്സ്ചേഞ്ച് ദ ഗ്ലാസസ്. അപ്പൊ അവര് പിന്നെ എക്സ്ചേഞ്ച് ചെയ്തു ഗ്ലാസ്. അപ്പൊ ഹൗ മെനി ഗ്ലാസസ് ക്യാൻ ഈച്ച് പോസിബിളി ഹാവ്? അപ്പൊ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഗ്ലാസസ് ഉണ്ടായിരിക്കും രണ്ടുപേരുടെ കയ്യിൽ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ രീതിയിൽ എഴുതുക. അപ്പൊ നീരവ് ഇപ്പൊ 4 ഗ്ലാസസ് ആണെന്നുണ്ടെങ്കിൽ നിയുടെ കയ്യിൽ എത്ര കാണും? ടോട്ടല് 15 ആണ് ഗ്ലാസസ് ഉള്ളത്. അപ്പൊ നീരവ് ഗ്ലാസ് 4 ആണെന്നുണ്ടെങ്കിൽ നിയക്ക് എത്രയായിരിക്കും? അപ്പൊ ഈ 15-നകത്തുനിന്ന് ഇപ്പൊ ഈ 4 മൈനസ് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? 11 കിട്ടും. അപ്പൊ ആ ഉത്തരം അപ്പൊ ഇവിടെ നീ എഴുതണ്ട. അതുപോലെ നീരവിന്റെ 3 ആണെന്നുണ്ടെങ്കിൽ നിയുടെ കയ്യിൽ എത്ര ഗ്ലാസസ് കാണും? അപ്പൊ 15-നകത്തുനിന്ന് ഈ 3 മൈനസ് ചെയ്യുമ്പോ എത്ര കിട്ടും? 12. അപ്പൊ ആ 12 ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അടുത്ത ഓണം ഫീസ്റ്റ്. ഓണം ഫീസ്റ്റ് എന്ന് വെച്ചാൽ ഓണസദ്യ. അപ്പൊ റിലേറ്റീവ്സ് ആൻഡ് നൈബേഴ്സ് കെയിം ഫോർ ദ ഫീസ്റ്റ്. അപ്പൊ ബന്ധുക്കാരും അയൽക്കാരും ഒക്കെ ഓണസദ്യ കഴിക്കാനായിട്ട് വന്നു. അപ്പോ ഈ അമ്മ പറയുക ഷാൾ വി ലേ ഔട്ട് ദ ലീവ്സ്. അമ്മ പറയുക ഞാൻ എന്നാ ഇലകളൊക്കെ വിളമ്പട്ടെ, അല്ല ഇലകളൊക്കെ നിരത്തട്ടെ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും എന്താ പറഞ്ഞ ഈ നിയ ടുക്ക് 9, നീരവ് ടുക്ക് 8. അപ്പൊ ഇതില് നമ്മള് നീരവ് എത്ര ഇല എടുത്തിട്ടുണ്ടോ നോക്കും. അപ്പൊ അത് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 9 കിട്ടും. നീരവിന്റെ 8ഉം നീയയുടെ 9ഉം ആയിരിക്കും കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നെ ടോട്ടൽ ഇവിടെ എഴുതാനാ പറയുന്നത്. അപ്പൊ അത് എത്രയായിരിക്കും? 9 + 8 = 17. അപ്പൊ അത് അവിടെ എഴുതുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാ ഓണസദ്യ. All sat down to eat. അപ്പൊ എല്ലാരും ഓണസദ്യ കഴിക്കാനായിട്ട് ഇരുന്നു. How many children? അപ്പൊ എത്ര കുട്ടികളുണ്ട്? കുട്ടികളപ്പോ 1 2 3 4 5 6 7. അപ്പൊ 7 അവിടെ എഴുതാം. How many grow up? അപ്പൊ മുതിർന്നവർ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. അപ്പൊ ആ 9 അവിടെ എഴുതാം. ഇനി ആൻഡ് ആൾ ടുഗദർ. അപ്പൊ എല്ലാരും ഒരുമിച്ച് എത്ര പേരുണ്ടെന്ന് കൗണ്ട് ചെയ്യാനാ. അപ്പൊ ചിൽഡ്രൻ 7, പിന്നെ ഗ്രോ ഓഫ് 9 കൂടെ ചേരുമ്പോ എത്ര? 7 + 9 16. അപ്പൊ അതവിടെ എഴുതാം. നമ്പർ ഓഫ് ലീവ്സ് യൂസ്ഡ് ഫോർ ദ ഫീസ്റ്റ്. അപ്പൊ എത്രയായിരിക്കും? 16. ടോട്ടൽ നമ്പർ ഓഫ് ലീവ്സ് നീരവാണ്ടിയ ബോട്ട് എത്രയാ? നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ടല്ലോ. അവരെത്രയായിരുന്നു മൊത്തം? ടോട്ടൽ 17 ഉണ്ടായിരുന്നു. അപ്പൊ അത് 17 ഇവിടെ എഴുതാം. അപ്പൊ ആർ ദി ലീവ്സ് മോർ ഓർ ലെസ്? അപ്പൊ കൂടുതലായിരുന്നു അല്ലേ? അതെ കൂടുതലായിരുന്നു. ഹൗ മെനി എത്രയായിരുന്നു? അപ്പൊ 17-നകത്തുനിന്ന് 16 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? 1 കിട്ടും. അപ്പൊ 1 ആയിരുന്നു കൂടുതലുണ്ടായിരുന്നേ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ സൈറ്റ് സീയിങ്. സൈറ്റ് സീയിങ് ആഫ്റ്റർ ദ ഫീസ്റ്റ് ദേ സെറ്റ് ഔട്ട് ഫോർ ദ പാർക്ക്. അപ്പൊ അവർ സദ്യക്ക് ശേഷം പാർക്കിലോട്ട് പോയി. അപ്പൊ ഫാമിലി അപ്പൊ ന്യൂ സൈക്കിൾ. അപ്പൊ ഈ പറയാൻ പുതിയ സൈക്കിൾ എന്ന് പറയാം. അപ്പൊ സൈക്കിൾസ് വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? അപ്പൊ ഇവിടെ 2 സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നതെന്ന് പറഞ്ഞാ ഞങ്ങൾക്ക് എത്ര വീലുണ്ട് നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2 വീലുണ്ട്, ഇവിടെ 2 വീൽ. അപ്പൊ അത് രണ്ടും കൂടെ കൗണ്ട് ചെയ്തേതാ. 2 + 2 മേക്സ് എത്രയാ? 4 ആവും അല്ലെ? അപ്പൊ ഇവിടെ എന്താ എഴുതണ്ട? 2 and 2 make 4. അപ്പൊ 2ന്റെ കൂടെ 2 കൂട്ടുമ്പോ എത്ര കിട്ടുന്നേ? 4.
ട്വൈസ് 2 ഈസ് 4. അപ്പൊ എന്ന് വെച്ചാൽ ട്വൈസ് 2 എന്ന് വെച്ചാൽ ഇരട്ടി. 2ന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴും 4 തന്നെ. ഹാഫ് ഓഫ് 4 ഈസ് 2. 4ന്റെ പകുതി എന്ന് പറയുന്നത് എത്രയാ? അത് 2 തന്നെ. അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കാനായിട്ടാണ്. അപ്പൊ ഇത് ഓട്ടോസ് വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? അപ്പം ഓട്ടോസ് വി ആർ 2. അപ്പൊ ഞങ്ങള് 2 ഓട്ടോയുണ്ട്. നിങ്ങൾക്ക് ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ, ഞങ്ങൾക്ക് എത്ര വീൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പറയാമെന്ന് ചോദിച്ചത്. അപ്പൊ ഇത് എത്രയാ? ഈ 3 + 3 അപ്പൊ ഈക്വൽസ് എത്രയാ? 6. അപ്പൊ ഇവിടെ എന്താ ചെയ്തിരിക്കുക? 3 and 3 make 6. Twice 3 is 6. Half of 6 is 3. അപ്പോ ഇതെന്ന് പറയുന്ന 3യുടെ കൂടെ 3 കൂട്ടിയാൽ 6 കിട്ടും. അതേപോലെ തന്നെ ട്വൈസ് ഓഫ് 3 എന്ന് വെച്ചാൽ 3ന്റെ ഇരട്ടി എന്ന് പറയുമ്പോഴും 6. ഹാഫ് ഓഫ് 6 എന്ന് വെച്ചാൽ 6ന്റെ പകുതി എന്ന് പറഞ്ഞത് 3. അപ്പൊ പിന്നെ 2 കാർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാർസ് വി ആർ 2. ഹൗ മെനി വീൽസ് ക്യാൻ യു ടെൽ? അപ്പൊ കാർ പറയുക ഞങ്ങൾക്ക് എത്ര വീലുണ്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്ര കാറിന് എത്ര വീലുണ്ട്? 4 ഉണ്ട്. അപ്പൊ 4 + 4 = 8. അപ്പൊ 4 and 4 make 8. Twice 4 is 8. Half of 8 is 4. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്താനാ പറയുന്നത്. പിന്നെ അടുത്ത് ഇവിടെ പിന്നെ ഒരു സോങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നീ ആ സോങ് അപ്പൊ ഹൗ മൂവ് ആൻഡ് മൂവ് 1 and 1 make 2. അതുപോലെ തന്നെ ടൈഗേഴ്സ് റോർ ആൻഡ് റോർ 2 and 2 make 4. പപ്പി licks and licks they 3 and 3 make 6. Giraffe standing straight 4 and 4 make 8. Lion is in his den 5 and 5 make 10. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ഇതിനകത്ത് പറയാം. അപ്പൊ ഇത് 1ന്റെ കൂടെ 1 കൂട്ടുമ്പോ 2 കിട്ടും. 2ന്റെ കൂടെ 2 കൂട്ടുമ്പോ 4. അതുപോലെ 3ന്റെ കൂടെ 3 കൂട്ടുമ്പോ 6. 4ന്റെ കൂടെ 4 കൂട്ടുമ്പോ 8. 5ന്റെ 5 കൂട്ടുമ്പോ 10 കിട്ടും. പിന്നെ അടുത്തൊരു ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അത് നോക്കാം. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് ബോക്സസ്. അപ്പൊ ഈ ബ്ലാങ്ക് ആയിട്ടുള്ളത് ഫില്ല് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഇതില് നമ്പർ ഓഫ് പിക്ചേഴ്സ്. അപ്പൊ പിക്ചേഴ്സിന്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഡബിൾ ചെയ്ത് എഴുതണം. അപ്പൊ ഇവിടെ ഡബിൾ ചെയ്ത് എഴുതണം. ഇവിടെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡബിൾ ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, പിക്ചേഴ്സിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ 2ന്റെ ഡബിൾ 4. ഇവിടെ 3 ഉണ്ട്. അപ്പൊ 3യുടെ ഡബിൾ 6. ഇവിടെ 4 ഉണ്ട്. 4ന്റെ ഡബിൾ 8. അപ്പൊ 5 ഉണ്ട്. 5ന്റെ ഡബിൾ 10. അതുപോലെ തന്നെ 6 നമ്പേഴ്സിന്റെ ഡബിൾ 12. 7ന്റെ ഡബിൾ 40. 8ന്റെ ഡബിൾ 16. 9ന്റെ ഡബിൾ 18. അപ്പൊ ഇവിടെ 20 കൊടുത്തിട്ടുണ്ട്. ഡബിൾ എത്രയാണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? അപ്പൊ ഇതിന്റെ ഹാഫ് ഇവിടെ എത്ര എഴുതണ്ടേ? 10 എഴുതണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ബേർഡ്സ്. അപ്പൊ ഇതില് ഈ പിക്ചറിനകത്ത് കൊടുത്തിരിക്കുന്ന കുറെ ബേർഡ്സ് ഉണ്ട്. അപ്പൊ ഹൗ മെനി ബേർഡ്സ് ഇൻ ദ ട്രീ? അപ്പൊ നമ്മുടെ മരത്തിൽ എത്ര ബേർഡ്സ് ഉണ്ടെന്നാണ്. അപ്പൊ അത് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് 8 കിട്ടും. അപ്പൊ ഹൗ മെനി ഓൺ ദി ഗ്രൗണ്ട്? ഗ്രൗണ്ടിലെന്ന് വെച്ചാൽ നമ്മുടെ ഈ നിലത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. അപ്പൊ അത് 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ ആ 12 അവിടെ എഴുതുക. അപ്പൊ ഹൗ മെനി ഇൻ ആൾ? അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചിരിക്കാം. അത് പറയുമ്പോ ഈ 8 + 12 വരുമ്പോ എത്ര കിട്ടും? 20. പിന്നെ അതുപോലെ തന്നെ വി ആർ മോർ ബേർഡ്സ് ഓൺ ദ ട്രീ ഓർ ഇൻ ദ ഗ്രൗണ്ട്. അപ്പൊ ഇപ്പൊ ഇവിടെ ചോദിക്കുന്ന വേർ ആർ ദി മോർ ബേർഡ്സ് ഓൺ ദി ട്രീ ഓർ ഇൻ ദി ഗ്രൗണ്ട്. അപ്പൊ എവിടെയാ കൂടുതൽ ബേർഡ്സ് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്? പിന്നെ മരത്തിലാണോ അതോ ഗ്രൗണ്ടിലാണോ എന്ന്. അപ്പൊ അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഹൗ മെനി മോർ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻ ദി ഗ്രൗണ്ടിലാണ് കൂടുതൽ. നമുക്ക് അറിയാലോ 12 ആണ് ഗ്രൗണ്ടിലാണ്. അപ്പൊ ഗ്രൗണ്ടിലാണ് കൂടുതൽ. അപ്പൊ എത്ര കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ 12ന് 8 കുറയ്ക്കണം. 12 - 8 = 4. അപ്പൊ 4 കൂടുതലാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ഡക്സ്. ഇപ്പോൾ കുറെ ഡക്സ് ഉണ്ട് ഇവിടെ. ഹൗ മെനി ഡക്സ് ഓൺ ദി ഗ്രൗണ്ട്? അപ്പൊ ഇത് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ ഇവിടെ 11 എഴുതാം. ഹൗ മെനി ഡക്സ് ഇൻ ദി വാട്ടർ? 1 2 3 4 5 6 7 8 9. അപ്പൊ 9 അവിടെ എഴുതാം. വേർ ആർ ദ മോർ ഡക്സ് ഓൺ ദി ഗ്രൗണ്ട് ഓർ ഇൻ ദി വാട്ടർ? അപ്പൊ ഗ്രൗണ്ടിലാണോ വാട്ടറിലാണോ കൂടുതൽ
ഡെക്സ് എന്ന് ചോദിച്ചിരിക്കുക. ഹൗ മെനി മോർ, എത്ര കൂടുതലാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ അറിയാൻ പറ്റും കൂടുതലുള്ളത്? ഈ 11 9 കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടും? 2 കിട്ടും. നോക്ക്, 11 മൈനസ് 9 എത്രയാ? 2 കിട്ടും. അപ്പൊ 2 ഇവിടെ ഇതാ കണ്ടോ. അതുപോലെ തന്നെ 3 ducks on the ground stepped into the water. 2 ducks in the water walked to the ground. അപ്പൊ 3 ducks on the ground stepped into the water എന്ന് വെച്ചാൽ ഗ്രൗണ്ടിലുണ്ടായിരുന്ന 3 ഡക്സ് വാട്ടറിലോട്ട് പോയി. 2 ducks in the water walked into the ground എന്ന് വെച്ചാൽ 2 ഡക്ക് വെള്ളത്തിലുണ്ടായിരുന്നത് കരയിലേക്ക് പോയി, ഗ്രൗണ്ടിലോട്ട് വന്നു. അപ്പൊ നൗ ഹൗ മെനി ഇൻ വാട്ടർ. അപ്പൊ വാട്ടറിൽ എത്രയാന്ന് എങ്ങനെ അറിയാം? അപ്പൊ ടോട്ടല് വാട്ടറിലുണ്ടായിരുന്നത് 9 ആയിരുന്നു. അപ്പൊ 9 ഈ 3 കുറയ്ക്കുമ്പോ എത്ര കിട്ടും? അല്ല, 9 2 കുറയ്ക്കുമ്പോഴത്തേക്കും 10 കിട്ടും. അപ്പൊ 10 ആണ് അവിടെ ഉത്തരം. പിന്നെ അടുത്ത പോലെ ഹൗ മെനി ഓൺ ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ എത്ര ഉണ്ടെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ ടോട്ടല്, അപ്പോ ഹൗ മെനി ഇൻ ദ വാട്ടർ എന്ന് ചോദിച്ചാ നമ്മുടെ ഇതിലോട്ട് എത്ര വന്നിട്ടുണ്ടായിരുന്നു? 2 വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. ഈ 2 കുറയ്ക്കണം. അപ്പം ഹൗ മെനി ഓൺ ദി ഗ്രൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് 10. അപ്പോ ഹൗ ഡിഡ് യു കാൽക്കുലേറ്റ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത് എഴുതിയിരിക്കുന്നത്. അപ്പൊ 11 3 കുറയ്ക്കുമ്പോ 8. അപ്പൊ 8ന്റെ കൂടെ പിന്നെ 2 കൂട്ടുമ്പോ 10 കിട്ടുന്നു. അപ്പൊ അതാണ് അവിടെ ഉത്തരം. ഇവിടെ 7 + 3 അടുത്ത ഓണം ഫീസ് അറ്റ് ദി ക്ലബ്. അപ്പൊ ക്ലബിൽ ഓണമാണ്. ആൾ വെന്റ് ടു ദി ഓണം ഫീസ് അറ്റ് ദി ക്ലബ്. അപ്പൊ എല്ലാരും ഓണം പിന്നെ നമ്മുടെ ക്ലബില് ഓണം ഫെസ്റ്റിന് പോയി. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും musical chairs about to start. There are 13 children and 11 chairs. When the music stops, two without seats will be out of the gate. എന്ന് വെച്ചാ മ്യൂസിക്കൽ ചെയർസ് അപ്പൊ മ്യൂസിക്കൽ ചെയർസ് തുടങ്ങി. അപ്പൊ അവിടെ എന്ന് വെച്ചാൽ 13 ചിൽഡ്രൻസ് ഉണ്ട്, പക്ഷെ 11 സീറ്റും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഈ പാട്ട് നിർത്തുന്ന സമയത്ത് 2 സീറ്റ് ഇല്ലാതെ ആരൊക്കെയാണുള്ളത്? സീറ്റ് ഇല്ലാതെയുള്ള 2 പേര് ഈ ഗെയിമിൽ നിന്ന് ഔട്ട് ആവുന്നാണ് അത് പറയുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ പിക്ചർ ഉണ്ടോ, അതിന്റെ പിക്ചർ. അപ്പൊ ഇൻ ദ ഫസ്റ്റ് ടൈം ദ മ്യൂസിക് സ്റ്റോപ്പ് 2 were out of the game. അപ്പൊ ടോട്ടൽ നമ്പർ 13 പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് അപ്പൊ ഈ 2 പേര് ഔട്ട് ആവുക ഫസ്റ്റ് ടൈമില്. അപ്പൊ എത്ര ഉണ്ട്? അപ്പൊ 13 2 കുറയ്ക്കുമ്പോ 11. 2 chairs were also removed. Chairs remaining. അപ്പൊ chairs ടോട്ടൽ 11 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 2 എണ്ണം പോകുമ്പോ 9. 2 were out in the next round also and 2 more chairs were removed. അപ്പൊ ഇപ്പം അവിടെ എത്ര പിള്ളേരുണ്ട്? 11. അപ്പൊ കിഡ്സ് റിമൈനിങ് 2 പേര് പോയി കഴിയുമ്പോഴത്തേക്ക് 9 പേരുണ്ട്. അപ്പൊ 11 2 പേര് പിന്നെയും പോകുമ്പോ 9 ഉണ്ട്. പിന്നെ അതുപോലെ ചെയർസ് എത്ര ഉണ്ടായിരുന്നു? 9 2 പിന്നെയും പോകുമ്പോ 7 ഉണ്ട്. അതുപോലെ 2 were out in the next round also and 2 more chairs were removed. അപ്പൊ പിന്നെ അതിൽ നിന്ന് 2 പേര് പോകുമ്പോ 9 പിന്നെ 2 പേര് പോകുമ്പോ 7 കിഡ്സ് ഉണ്ട് റിമൈനിങ് ആയിട്ട്. പിന്നെ അതുപോലെ ചെയർ 7 2 പിന്നെയും പോകുമ്പോഴത്തേക്ക് 5 ഉണ്ട്. യു ക്യാൻ പ്ലേ ദിസ് വിത്ത് യുവർ ക്ലാസ്മേറ്റ്സ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഗെയിമായിട്ട് എടുത്ത് ചെയ്യാന്നാ പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറയുന്നുണ്ട് ടഗ് ഓഫ് വാർ എന്ന് വെച്ചാൽ വടംവലി. അപ്പൊ ഫോർ ടഗ് ഓഫ് വാർ ഈച്ച് ടീം ഹാസ് 8 മെമ്പേഴ്സ്. ദ പ്രോഗ്രാം എൻഡ്സ് വിത്ത് ദിസ് കോമ്പറ്റീഷൻ. അപ്പം ഈ കോമ്പറ്റീഷൻ ഇപ്പൊ ഈ ഗെയിമോട് കൂടി തീരുമെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൗ മെനി ഇൻ ഈച്ച് ടീം. അപ്പൊ ഈച്ച് ടീമില് എത്ര മെമ്പേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്? 8 മെമ്പേഴ്സ്. അപ്പൊ 8 മെമ്പേഴ്സ്. അപ്പൊ 8 മെമ്പേഴ്സ് എഴുതാം. ഹൗ മെനി ഇൻ ബോത്ത് ടീം ടുഗദർ. അപ്പൊ 2 ടീമിലും കൂടി ആകുമ്പോഴത്തേക്ക് എത്രയാവും? 16 പേരാവും. ഇപ്പൊ 8 + 8 16. ഗോ ഗോ ഗോ. അപ്പൊ ഇവര് ഇവിടെ നിന്ന് പറയുക. അപ്പൊ കമോൺ എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ കുറച്ച് പേര് ഇന്നിട്ട് പറയാം വി ആർ ഓൺലി 5. നമ്മൾ എത്രയുള്ളത്? 5 പേരേ ഉള്ളു, 5 പേരേ ഉള്ളു. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം ഹൗ മെനി മോർ ഡു ദേ നീഡ് ടു മേക്ക് എ ടീം.
അപ്പൊ ഇവർക്ക് ഇനി എത്ര പേര് കൂടെ കൂടുതൽ വേണം, ഒരു ടീം ഉണ്ടാക്കാനെന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ നമ്പർ എത്രയാ വേണ്ടത്? 8 വേണം. അപ്പൊ 8 ചെയ്ത് ഈ 5 പേരെ കുറയ്ക്കുമ്പോൾ അതിന്റെ ആൻസർ ഉണ്ട്. അപ്പൊ 8 - 5 എത്രയാ? 3. അപ്പൊ 3 പേര് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഗെയിമിൽ പങ്കെടുക്കാം. അപ്പൊ ഇവിടെ അടുത്തെന്ന് വെച്ചാൽ ബഡ് ത്രെഡിങ് എന്ന് വെച്ചാൽ മുത്ത് കോർക്കൽ. There were 6 for this contest. See how many birds each threaded. Who threaded the most? Can you say without counting? അപ്പൊ ഇതിൽ പറയുന്നതെന്ന് വെച്ചാ there were 6 for this contest. അപ്പൊ ഈ കോണ്ടസ്റ്റില് 6 പേരുള്ളത്. അപ്പൊ ഇതിൽ പറയുക അതില് എത്ര പേരാണ് ഓരോരുത്തരും എത്ര എണ്ണം വെച്ചിട്ട് കോർത്തിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അപ്പൊ അതുപോലെ തന്നെ ഹൂ ത്രെഡഡ് ദ മോസ്റ്റ്, അപ്പൊ കൂടുതൽ ആരാണ് കോർത്തതെന്നും പറയാം. അപ്പൊ ക്യാൻ യു സേ വിത്തൗട്ട് കൗണ്ടിങ്, നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാതെ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുണ്ട് നീഡയുടെ അപ്പൊ എത്രയാ? ഇതില് ഇവിടെ 8 ഉണ്ട്. ഇവിടെ അപ്പൊ ഗ്രീൻ കളർ 8ഉം 10 റെഡ് കളർ 10ഉം ഉണ്ട്. അതേപോലെ തന്നെ അപ്പം 8 + 10 makes 18. അപ്പൊ 18 ആണ് നീഡയുടെ. അതുപോലെ സച്ചുവിന്റെ വരുമ്പോഴത്തേക്കും യെല്ലോ കളർ 3 ഉണ്ട്, ബ്ലൂ കളർ 10 ഉണ്ട്. അപ്പൊ 3 + 10 makes 13. അതുപോലെ ദിയയുടെ വരുമ്പോഴത്തേക്കും പിങ്ക് കളർ 10 ഉണ്ട്, അതുപോലെ തന്നെ ഓറഞ്ച് കളർ 5 ഉണ്ട്. അപ്പൊ 10 + 5 എത്രയാ? 15. അതേപോലെ തന്നെ ജാസിന്റെ വരുമ്പോഴത്തേക്ക് റെഡ് കളർ 10 ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളർ 9 ഉണ്ട്. അപ്പൊ 10 + 9 എത്രയാ? 19 വരും. അതുപോലെ മിഴിയുടെ ബ്ലൂ കളർ 10ഉം 7 നമ്മുടെ യെല്ലോ കളർ 7 ഉണ്ട്. അപ്പൊ 10 + 7 17 വരും. അപ്പൊ നിഹാലിന്റെ പിങ്ക് കളർ 10ഉം 4 ഓറഞ്ച് കളർ 4 ഉണ്ട്. അപ്പൊ 10 + 4 14. അപ്പൊ പിന്നെ ഒരെണ്ണം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹൂ വൺ. അപ്പൊ ആരായിരിക്കും ഇതിൽ ജയിച്ചത്? കൂടുതൽ ആരാണ് കോർത്തിരിക്കുന്നത്? അപ്പൊ ഈ ജാസ് അല്ലേ കോർത്തിരിക്കുന്നത്. അപ്പൊ ജാസ് ആണ് പിന്നെ. അപ്പൊ അതിപ്പോ ഇവിടെ എഴുതണം ജാസ്. റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ബേർഡ്സ് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മാളസ്റ്റ്. അപ്പൊ ഈ മുത്തിന്റെ നമ്പേഴ്സ് ലാർജസ്റ്റിന്റെ സ്മാളസ്റ്റ് എഴുതാൻ പറയാം. എന്ന് വെച്ചാൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയാം. അപ്പൊ അതിപ്പോ എങ്ങനെ എഴുതുക? ഏറ്റവും വലിയ സംഖ്യ ഇതിൽ ഏതാ? 19. അത് കഴിയുമ്പോ 18, 17, 15, 14, 13. അപ്പൊ അത് അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൗ മെനി എഗ്സ് ഇൻ ഈച്ച് ട്രേ. ഓരോ ട്രേയിലും എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്, എത്ര എഗ്സ് ഉണ്ടെന്ന്. അപ്പം അത് ടോട്ടൽ കൗണ്ട് ചെയ്ത് എഴുതാനാണ്. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്? 1 2 3 4 5 6 7. അപ്പൊ ഇവിടെ 7. അപ്പൊ ഇവിടെ എത്രയുണ്ട്? 1 2 3 4 5 6. അപ്പൊ ഇവിടെ എത്ര? 6. We want 10 eggs in the first tray. അപ്പൊ നമുക്ക് ഇവിടെ വേണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേയില് 10 എണ്ണം വേണമെന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ 3 ഉള്ളു. അപ്പൊ 3യുടെ കൂടെ എത്ര വന്നാലാ 10 ആവുന്നത്? അപ്പൊ 10ന്ന് ഈ 7 കുറയ്ക്കണം. അപ്പൊ 10ന്ന് 7 കുറയ്ക്കുമ്പോ 3 കിട്ടും. അപ്പൊ ഈ 3 കൂടെ വന്നാലേ ഇവിടെ 10 ആവത്തുള്ളൂ. അപ്പൊ ഹൗ മെനി മസ്റ്റ് ബി ടേക്കൺ ഫ്രം ദ സെക്കൻഡ് ട്രേ. ഇപ്പൊ ഈ ട്രേന്ന് എത്ര എണ്ണം ഇങ്ങോട്ട് എടുക്കണം? 3. അപ്പം ആ 3 അപ്പൊ അവിടെ എഴുതണം. പിന്നെ അടുത്തത് അപ്പൊ 7 + 3 = 10. അപ്പൊ ഇവിടെ എത്രയായി? 10 ആയി. അപ്പൊ പക്ഷെ ഇവിടെ എത്ര എണ്ണം ഉള്ളു? ഇനി 6 എണ്ണമായിരുന്നു. അപ്പൊ 6ന്ന് നേരത്തെ ഒരു 3 പോയി കഴിഞ്ഞപ്പോ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 3 ഉള്ളു. അപ്പൊ അതപ്പോ അവിടെ എഴുതണം. അപ്പൊ ഇനി ഇത് ടോട്ടൽ കൗണ്ട് ചെയ്ത് എഴുതാനാണ്. അപ്പൊ ഇവിടെ 7 + 6 പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ 7 + 6 എത്രയാ? അത് ഈക്വൽസ് ആണ്. എത്രയൊക്കെ ഈക്വൽസ് ആണ്? ഈ 7 + 3. അപ്പൊ ആദ്യം എന്ത് ചെയ്ത് 7ന്റെ കൂടെ 3 കൂട്ടി, പ്ലസ് പിന്നെ എത്ര കൂട്ടി? പിന്നെ ഈ 3 കൂടെ കൂട്ടുമ്പോ +3 വരുമ്പോഴത്തേക്ക് എത്രയാ വരുന്നത്? 10. അപ്പൊ 10 + 3. അപ്പൊ 7 + 3 എന്ന് പറയുന്നത് എത്രയാ? 10. അപ്പൊ പിന്നെ അതിന്റെ കൂടെ പിന്നെ ഈ 3 കൂടെ കൂട്ടുമ്പോ എത്രയാ? 10 + 3 = 13. പിന്നെ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാ ഹൗ മച്ച് ഈസ് 9 + 7. അപ്പൊ 9ന്റെ കൂടെ 7 കൂട്ടിയാ എത്രയാ? അപ്പൊ അത് 16. അപ്പൊ അതവിടെ എഴുതണം. എന്നിട്ട് അത് ഡ്രോ ചെയ്യാനാ പറയുന്നത്. ഡ്രോ എക്സ് ഇൻ ദ സെൽസ് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പൊ ഇവിടെ അത് 9 + 7ഉം ഇവിടെ 9x ഉം 7x ഉം വരയ്ക്കാനാ പറയുന്നത്. അപ്പൊ അതപ്പോ ഇവിടെ വരച്ചു ചേർക്കണം.
പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞതെന്ന് വെച്ചാൽ മേക്ക് ഡാഷ് ആൻഡ് ഡാഷ് മേക്ക് ഔട്ട് 10 എന്ന് പറയാം. അപ്പൊ എന്ന് വെച്ചാൽ എന്തിന്റെയോ കൂടെ എന്തോ കൂട്ടുമ്പോ 10 കിട്ടണം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ എന്നിട്ട് അതിവിടെ വരയ്ക്കുകയും ചെയ്യണം. അപ്പൊ ഞാനിപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന 9. അപ്പൊ 9ന്റെ കൂടെ എന്ത് കൂട്ടിയാലോ 10 കിട്ടുന്ന 1 കൂടെ. അപ്പൊ 9 and 1 make 10. അപ്പൊ ഞാനിവിടെ 9 egg വരക്കണം. അതുപോലെ തന്നെ ഇവിടെ അല്ല ഇപ്പൊ പിന്നെ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടെ എത്ര എഗ് ഉണ്ട് മൊത്തം 10 എഗ് ഉണ്ട്. അപ്പൊ ആ 10 അവിടെ വരയ്ക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇവിടെ എത്രയാ 6 eggs ഉണ്ടല്ലോ. അപ്പൊ ആ 6 eggs ഇവിടെ വരയ്ക്കണം. അപ്പോ ഇവിടെ അപ്പൊ എത്ര വരും പറഞ്ഞായിരുന്നു. അപ്പൊ 9ന്റെ കൂടെ 7 കൂട്ടുമ്പോ 16 കിട്ടും. അപ്പൊ അതേ ഉത്തരം തന്നെ നമ്മള് ഇവിടെ വരാം. അപ്പൊ 10ന്റെ കൂടെ ഇപ്പൊ ഇവിടെ 10 eggs വരച്ചാ ഇവിടെ എത്ര eggs 6 eggs. അപ്പൊ ഈ 10ന്റെ കൂടെ 6 കൂട്ടുമ്പോ അല്ലേ 16 കിട്ടുന്നത്. അപ്പൊ ആ ഉത്തരം അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ആഡ് ആൻഡ് റിമൂവ്. അപ്പൊ നമ്മൾ ഈ ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനുള്ളത് അപ്പൊ ഇതിൽ പറയുന്നത് 9 and 9 ടുഗദർ ഗീവ് 18. അപ്പൊ 9ന്റെ കൂടെ 9 കൂട്ടുമ്പോഴത്തേക്ക് 18 കിട്ടും. ടേക്കിംഗ് അവേ 2 from 11 മേക്സ് 9. അപ്പൊ 11ന്ന് 2 എണ്ണം മാറ്റി കഴിഞ്ഞാൽ എത്രയാ 9. ഫിൽ അപ്പ് ദ സെൽസ്. അപ്പൊ ഈ സെൽസ് ഫില്ല് ചെയ്യാനാ പറയുന്നത്. അപ്പോ ഇതിൽ കൊടുത്തിട്ടുള്ള അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കേ ഈ 9ന്റെ കൂടെ അപ്പൊ നമ്മൾ ഈ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9ന്റെ കൂടെ 9 കൂട്ടുമ്പോഴത്തേക്ക് 18 കിട്ടും. അതുപോലെ തന്നെ ഈ ആൻസർ എന്ന് പറയുന്നത് ഇത്. അപ്പൊ 11ന്ന് ഈ 2 പോകുമ്പോൾ 9 കിട്ടും. അപ്പൊ ഇവിടെ അപ്പൊ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന വെച്ചാൽ 9ഉം 5ഉം കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ 9ന്റെ കൂടെ 5 കൂട്ടുമ്പോ എത്രയാ 14. പിന്നെ കൊടുത്തിരിക്കുന്ന 9ഉം 8ഉം ഉണ്ട്. അപ്പൊ 9ന്റെ കൂടെ 8 കൂട്ടുമ്പോ 17. പിന്നെ കൊടുത്തിരിക്കുന്നത് ഇവിടെ 9 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 12 കൊടുത്തിട്ടുണ്ട്. അപ്പൊ 12ന്ന് 9 പോകുമ്പോ എത്രയാ 3 വരും. അതുപോലെ തന്നെ ഇവിടെ 9ഉം 6ഉം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര ഉത്തരം 15. അപ്പൊ 15 എഴുതണം. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന 9ഉം 7ഉം ഉണ്ട്. അപ്പൊ 9ന്റെ കൂടെ 7 കൂട്ടിയാ 16. പിന്നെ കൊടുത്തിരിക്കുന്ന ഇവിടെ 9ഉം ഉണ്ട്, ഇവിടെ 10ഉം ഉണ്ട്. അപ്പൊ 10ന്ന് എത്ര 9 റിമൂവ് ചെയ്യുമ്പോ എത്ര കിട്ടുന്നത് 1 കിട്ടും. അപ്പൊ 1 അവിടെ എഴുതണം. അതേപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 9ഉം ഉണ്ട് 13ഉം ഉണ്ട്. അപ്പൊ 13ന്ന് 9 പോകുമ്പോ എത്രയാ 4. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇപ്പൊ ബാക്കി ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി എഴുതി. അപ്പൊ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രോഫീസ്. There are trophies for the winners of the contest. How many trophies? അപ്പൊ ഇവിടെ കുറച്ച് ട്രോഫീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഗെയിം ഒക്കെ കഴിഞ്ഞല്ലോ, കോൺടെസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എല്ലാവർക്കും ട്രോഫി കൊടുത്തു. അപ്പൊ അത് കൗണ്ട് ചെയ്ത് എഴുതാനാ. അപ്പൊ എത്രയാണെന്ന് നമ്മൾ കൗണ്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 10 ഉണ്ട്. നോക്കിക്കേ 1 2 3 4 5 6 7 8 9 10. അപ്പൊ 10 എഴുതുക. ഇപ്പൊ ഇവിടെ എത്ര ഉണ്ട് 1 2 3 4 5 6 7 8 9 10. അപ്പൊ 10 ഇവിടെ 10 + 10 എത്രയാ 20. അപ്പം ഇത്ര ഉള്ളൂ ഈ ചാപ്റ്റർ.